ഡയറക്ഷൻ ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ആരംഭിക്കുന്നു. 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അപ്പോൾ 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നു. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ്. അപ്പോൾ 1958 തിരുവനന്തപുരത്ത് നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നു. അടുത്ത് പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമാണ് 1983. 1983 പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് അതും തിരുവനന്തപുരത്താണ്. അപ്പോൾ 1983 പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നു. തിരുവനന്തപുരത്താണ് നിലവിൽ വന്നത്. നെയ്യാർ വന്യജീവി സങ്കേതമാണെങ്കിൽ 1958 തിരുവനന്തപുരത്താണ്. ഇനി മറ്റൊന്ന് ചെന്തുരുണി വന്യജീവി സങ്കേതം 1984 കൊല്ലം ജില്ലയിലാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം 1984 ചെന്തുരുണി 1984 കൊല്ലം ജില്ലയിലാണ് നിലവിൽ വന്നത്. കൊല്ലം ജില്ലയിൽ. അപ്പോൾ പറഞ്ഞത് പ്രധാനപ്പെട്ട 3 വന്യജീവി സങ്കേതങ്ങൾ. ഒന്ന് നെയ്യാർ വന്യജീവി സങ്കേതം 1958 നിലവിൽ വന്നു. മറ്റൊന്ന് പേപ്പാറ വന്യജീവി സങ്കേതം 1983 തിരുവനന്തപുരത്ത് നിലവിൽ വന്നു. മറ്റൊന്ന് ചെന്തുരുണി വന്യജീവി സങ്കേതം 1984 കൊല്ലം ജില്ലയിൽ നിലവിൽ വന്നു. ഇനി അടുത്ത് പറയുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. 1950 ഇടുക്കി ജില്ലയിലാണ് നിലവിൽ വന്നത്. പെരിയാർ വന്യജീവി സങ്കേതം 1950 പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് നിലവിൽ വന്നത്. അപ്പോൾ 1950 പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ്, ഇപ്പോഴും ഇടുക്കിയിൽ തന്നെയാണ്. അപ്പോൾ 1950 പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിൽ ആയത്. അടുത്ത് ചിന്നാർ വന്യജീവി സങ്കേതം 1984 രൂപം കൊണ്ടത്. ചിന്നാർ വന്യജീവി സങ്കേതം 1984 ഇടുക്കി ജില്ലയിലാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതം. ഇതും ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി. അപ്പോൾ 1950 പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞു. 1984 ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. അത് ഇടുക്കിയിലാണ്. ഇനി മറ്റൊന്ന് ഇടുക്കി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1976 ഇടുക്കിയിലാണ്. ഇടുക്കി വന്യജീവി സങ്കേതം 1976 ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ 1976 ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അപ്പോൾ പറഞ്ഞത് 7 പോയിന്റുകൾ നമ്മൾ പെട്ടെന്ന് പറയുന്നു. നെയ്യാർ വന്യജീവി സങ്കേതം 1958 തിരുവനന്തപുരത്താണ് നിലവിൽ വന്നത്. പേപ്പാറയാണെങ്കിൽ തിരുവനന്തപുരത്താണ് 1983 നിലവിൽ വന്നത്. കൊല്ലം ജില്ലയിൽ ചെന്തുരുണിയുണ്ട്, 1984 നിലവിൽ വന്നതെന്ന് പറഞ്ഞു. മറ്റൊന്ന് ഇടുക്കി ജില്ലയിലാണെങ്കിൽ പെരിയാറുണ്ട്, 1950 നിലവിൽ വന്നതെന്ന് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ചിന്നാർ, 1984 നിലവിൽ വന്നതെന്ന് പറഞ്ഞു. മറ്റൊന്ന് ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിൽ തന്നെയാണ് 1976 നിലവിൽ വന്നതെന്ന് പറഞ്ഞു. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം 2006 നിലവിൽ വരുന്നത്. ഇടുക്കി ജില്ലയിലാണ്. കുറിഞ്ഞിമല നിലവിൽ വരുന്നത് 2006 ഇടുക്കി ജില്ലയിലാണ്. 2006 ഇടുക്കി ജില്ലയിലാണ് നിലവിൽ വരുന്നത്. അപ്പോൾ കുറിഞ്ഞിമല ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2006 നിലവിൽ വരുന്നത്. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം 2006 നിലവിൽ വരുന്നത്. ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെയാണ് തട്ടേക്കാട് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് വന്യജീവി സങ്കേതം എറണാകുളത്താണ്. 1983 നിലവിൽ വരുന്നത്. തട്ടേക്കാട് 1983 എറണാകുളത്താണ്.
1983 എറണാകുളത്താണ് തട്ടേക്കാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് മംഗളവനവും. മംഗളവനം 2004 നിലവിൽ വരുന്നത്. 2004 മംഗളവനം നിലവിൽ വരുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെയാണ് മംഗളവനം. മംഗളവനം എറണാകുളത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മംഗളവനം 2004 നിലവിൽ വരുന്നത്. 2004 എറണാകുളത്താണ് മംഗളവനം സ്ഥിതി ചെയ്തത്. അപ്പോൾ കുറിഞ്ഞിമല 2006 ഇടുക്കി ജില്ലയിലാണ് നിലവിൽ വന്നത്. തട്ടേക്കാടാണെങ്കിൽ 1983 എറണാകുളം ജില്ലയിലാണ്. മംഗളവനമാണെങ്കിൽ 2004 എറണാകുളം ജില്ലയിലാണ്. അടുത്ത് ചിമ്മിനി വന്യജീവി സങ്കേതം 1984 തൃശ്ശൂറാണ്. അപ്പോൾ ചിമ്മിനി വന്യജീവി സങ്കേതം 1984 തൃശ്ശൂറാണ്. അപ്പോൾ ചിമ്മിനി വന്യജീവി സങ്കേതം 1984 തൃശ്ശൂറാണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അടുത്ത് പീച്ചി വാഴയാനി തൃശ്ശൂർ തന്നെയാണ്. പീച്ചി വാഴാനി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂറാണ്. 1958 നിലവിൽ വന്നത്. 1958 നിലവിൽ വന്നത് തൃശ്ശൂർ തന്നെയാണ്. പീച്ചി വാഴയാനി 1958 തൃശ്ശൂർ തന്നെയാണ്. മറ്റൊന്നാണ് പറമ്പിക്കുളം 1973 പാലക്കാടാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം 1973 പാലക്കാട്. നമുക്ക് ഒന്നും കൂടെ പറയാം. കുറിഞ്ഞിമല 2006 ഇടുക്കി ജില്ലയിലാണ് നിലവിൽ വന്നത്. മറ്റൊന്ന് തട്ടേക്കാട് 1983 എറണാകുളം ജില്ലയിലാണ് നിലവിൽ വന്നത്. മറ്റൊന്ന് മംഗളവനം 2004 എറണാകുളം ജില്ലയിലാണ് നിലവിൽ വന്നത്. പീച്ചി വാഴയാനി 1958 തൃശ്ശൂർ ജില്ലയിലാണ് നിലവിൽ വന്നത്. ചിമ്മിനി വന്യജീവി സങ്കേതം 1984 തൃശ്ശൂർ ജില്ലയിലാണ് നിലവിൽ വന്നത്. പറമ്പിക്കുളം 1973 പാലക്കാട് ജില്ലയിലാണ് നിലവിൽ വന്നത്. ചൂളന്നൂർ വന്യജീവി സങ്കേതം 2007 നിലവിൽ വന്നു. പാലക്കാട് ജില്ലയിലാണ്. ചൂളന്നൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 2007 പാലക്കാട് ജില്ലയിലാണ്. 2007 പാലക്കാടാണ്. അപ്പോൾ ചൂളന്നൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് പാലക്കാടാണ്. 2007 നിലവിൽ വന്നത്. മറ്റൊന്ന് മലബാർ വന്യജീവി സങ്കേതം 2010 നിലവിൽ വന്നത്. 2010 നിലവിൽ വന്നത് കോഴിക്കോടാണ്. മലബാർ വന്യജീവി സങ്കേതം 2010 കോഴിക്കോട്. ഓക്കെ. അപ്പോൾ മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 2010 കോഴിക്കോടാണ്. മറ്റൊന്ന് മുത്തങ്ങ വന്യജീവി സങ്കേതം ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973 വയനാടാണ്. അപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ്. 1973 നിലവിൽ വന്നത്. ഇനി അതുപോലെ തന്നെയാണ് ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984 1984 ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കണ്ണൂർ ജില്ലയിലാണ് ആറളം നിലവിൽ വന്നത്. 1984 കണ്ണൂർ ജില്ലയിലാണ്. മറ്റൊന്ന് കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 2011 2011 കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അതും കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. കണ്ണൂരിൽ തന്നെയാണ് കൊട്ടിയൂറും നിലവിൽ വന്നത്. കൊട്ടിയൂർ നിലവിൽ വന്നത് 2011. കണ്ണൂരിൽ തന്നെയാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. മറ്റൊന്ന് കരിമ്പുഴ വന്യജീവി സങ്കേതം 2020 കഴിഞ്ഞ വർഷം നിലവിൽ വന്നത് മലപ്പുറത്താണ്. അപ്പോൾ ചൂളന്നൂർ 2007 പാലക്കാട് നിലവിൽ വന്നു. മലബാർ വന്യജീവി സങ്കേതം 2010 കോഴിക്കോട് നിലവിൽ വന്നു. മറ്റൊന്ന് മുത്തങ്ങ വന്യജീവി സങ്കേതം, അതിൻ്റെ മറ്റൊരു പേരാണ് വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയും. അപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതം 1973 വയനാട് ജില്ലയിലാണ്. ആറളം 1984 കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂറാണെങ്കിൽ 2011 കണ്ണൂർ ജില്ലയിലാണ്. മറ്റൊന്ന് കരിമ്പുഴ 2020 മലപ്പുറം ജില്ലയിലാണ് നിലവിൽ വന്നത്. അപ്പോൾ മൊത്തം
18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. മൊത്തം 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ 18 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 10-15 PSC ചോദിച്ചിട്ടുണ്ട്, വർഷം ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്, ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പഠിക്കുക. ഈ വീഡിയോ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.